ഹലോ എവരി വൺ, വെൽക്കം ടു സ്കൂളിൽ പോയി പച്ചവെള്ളം. ജീന മിസ്സാണ്. അപ്പം നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് CBSE 6th സ്റ്റാൻഡേർഡിലെ 4th ചാപ്റ്റർ എക്സ്പ്ലോറിങ് മാഗ്നറ്റ്സ് ആണ്. അപ്പം നമുക്ക് മാഗ്നറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അറിയാം. നമുക്ക് മാഗ്നറ്റ്സിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കും അല്ലേ? മാഗ്നറ്റ്സ് കണ്ടിട്ടില്ലാത്തവരും അത് വെച്ച് കളിച്ചിട്ടില്ലാത്തവരൊക്കെ വളരെ കുറവായിരിക്കും. നമ്മുടെ പഴയ ടോയ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മാഗ്നറ്റ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ ആ മാഗ്നറ്റ്സിനെ പറ്റി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സം കോമൺ ഐറ്റംസ് ദാറ്റ് ഹാവ് മാഗ്നറ്റ്സ് അറ്റാച്ച്ഡ് ടു ദം. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാണ്. നിങ്ങളെല്ലാവരും ഒരു ഐറ്റം, നിങ്ങൾ മാഗ്നറ്റ്സ് കണ്ടിട്ടുള്ള ഒരു ഐറ്റം എന്ത് ചെയ്യുക? കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നോക്കട്ടെ നിങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസ് മാഗ്നറ്റ്സ് വെച്ചിട്ട് അറിയാമെന്ന് മിസ് ഒന്ന് നോക്കട്ടെ. അപ്പം മിസ് കുറച്ച് ഐറ്റംസ് പറയാം. നമ്മുടെ ഫോൺ കവറ്, അതുപോലെ തന്നെ നമ്മുടെ പെൻസിൽ ബോക്സ്, കബോർഡ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മാഗ്നറ്റ്സ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഐറ്റംസ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എന്താണ് മാഗ്നറ്റ്സ്? സെയിലേഴ്സ് ഇൻ ദ ഓൾഡൻ ഡേയ്സ് യൂസ്ഡ് മാഗ്നറ്റ്സ് ടു ഫൈൻഡ് ഡയറക്ഷൻസ്. അപ്പോൾ നമ്മുടെ മെയിൻ ലക്ഷ്യം ഈ ചാപ്റ്ററിൽ മാഗ്നറ്റ്സ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഡയറക്ഷൻസ് കണ്ടുപിടിക്കുന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പം മാഗ്നറ്റ്സ് ആണ് പണ്ട് കാലങ്ങളിൽ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ആര് യൂസ് ചെയ്തിരുന്നത്? സെയിലേഴ്സ് യൂസ് ചെയ്തിരുന്നത്. ആൻഡ് ദീസ് മാഗ്നറ്റ്സ് വെർ ബേസ്ഡ് ഓൺ നാച്ചുറലി ഒക്കറിങ് മാഗ്നറ്റ്സ്. അപ്പോൾ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ലോഡ് സ്റ്റോൺസ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരുന്നത്? പണ്ട് കാലങ്ങളിൽ സെയിലേഴ്സ് ഡയറക്ഷൻസ് ഡിസ്കവർ ചെയ്ത് മനസ്സിലാക്കിയിരുന്നത്. സോ ലോഡ് സ്റ്റോൺസ് എന്ന് പറയുന്നത് പണ്ട് കാലം മുതലേ യൂസ് ചെയ്തിരുന്ന ഒരു ടൈപ്പ് ഓഫ് മാഗ്നറ്റ് ആണ്. പക്ഷെ ഇന്ന് ഒരുപാട് തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് നമ്മൾ ഹ്യൂമൻ മെയ്ഡായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ലോഡ് സ്റ്റോൺസ് ആണ് എന്ത് ചെയ്തിരുന്നത്? മാഗ്നറ്റ്സ് ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. സോ നിങ്ങൾ ഏതൊക്കെ ഷേപ്പ് ഓഫ് മാഗ്നറ്റ്സ് കണ്ടിട്ടുണ്ട്? മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഷേപ്പിലുണ്ട് അല്ലേ? ഹോഴ്സ് ഷൂ ഷേപ്പ് ഉണ്ട്, യു ഷേപ്പ്ഡ് ഉണ്ട്, ബാർ മാഗ്നറ്റ് ഉണ്ട്, സിലിണ്ടറിക്കൽ ഉണ്ട്, നീഡിലുണ്ട്. ഇനി ഇതല്ലാണ്ട് നമുക്ക് റിംഗ് മാഗ്നറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഒരുപാട് ഷേപ്പിൽ നമുക്ക് എന്തുണ്ട്? മാഗ്നറ്റ്സ് അവൈലബിൾ ആണ് അല്ലേ? സോ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ഒരു ടേബിളിൽ നമ്മൾ കുറച്ച് ഒബ്ജക്ട്സ് എടുക്കുകയാണ്. പെൻസിൽ, എറേസർ, നെയിൽ, റൂളർ, പേപ്പർ ക്ലിപ്പ്, കോയിൻ, സ്റ്റീൽ സ്പൂൺ, അങ്ങനെ കുറേ ഒബ്ജക്ട്സ് എടുക്കുകയാണ്. അതിന് നമ്മൾ നോക്കുകയാണ്. പെൻസിൽ എന്ന് പറയുന്നത് വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അല്ലേ? അതുപോലെ എറേസർ എന്ന് പറയുന്നത് റബ്ബറാണ്. നെയിൽ എന്ന് പറയുന്നത് അയൺ, റൂളർ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മെയ്ഡാണ്. അങ്ങനെ ഓരോന്നും ഏതൊക്കെ ഒബ്ജക്ട്സ് വെച്ചിട്ടാണ്, ഓരോ ഒബ്ജക്റ്റും ഏതൊക്കെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഓരോ മെറ്റീരിയൽ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാഗ്നറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പെൻസിൽ എടുത്തിട്ട് അതിനടുത്തേക്ക് മാഗ്നറ്റ് വെച്ച് നോക്കുക. അപ്പോൾ ആ മാഗ്നറ്റ് എന്ത് ചെയ്യില്ല? അതിലേക്ക് അട്രാക്റ്റ് ചെയ്യില്ല, ആ പെൻസിലിനെ അട്രാക്റ്റ് ചെയ്യില്ല. അതുപോലെ ഒരു എറേസർ, അതൊന്നും എറേസർ എടുത്ത് നോക്കിയാലും അതിലേക്ക് എന്താവില്ല? അട്രാക്റ്റഡ് ആവില്ല. പക്ഷേ അതേസമയം ഒരു നെയിൽ, ഒരു ആണി എടുത്തിട്ട് നിങ്ങൾ ഒരു മാഗ്നറ്റിനെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ മാഗ്നറ്റ് ആണീനെ അല്ലെങ്കിൽ നെയിലിനെ അട്രാക്റ്റ് ചെയ്യും. ബിക്കോസ് അതെന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അതിലെ മെറ്റീരിയൽ എന്ന് പറയുന്നത് അയൺ ആണ്. അതുപോലെ അയൺ, സ്റ്റീലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മാഗ്നറ്റുമായിട്ട് അട്രാക്റ്റ് ആവുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തായിരിക്കും ഈ മാഗ്നറ്റായിട്ട് അട്രാക്റ്റ് ആവുന്നത്? മാഗ്നറ്റിൽ അട്രാക്റ്റ് ആവാത്തതായിട്ടുള്ള മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേര്, അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ആൻഡ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പം മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പം നമ്മൾ മുന്നേ കണ്ട ടേബിൾ അനുസരിച്ചാണെങ്കിൽ അയൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണല്ലേ? അപ്പോൾ അയൺ കൊണ്ട് മെയ്ഡ് ചെയ്തിരിക്കുന്ന ഏതൊരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? നമ്മുടെ മാഗ്നറ്റിലേക്ക് അട്രാക്റ്റഡ് ആവും. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ദെൻ വേറെ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റീരിയൽസ് വിച്ച് ആർ നോട്ട് അട്രാക്റ്റഡ് ടുവേർഡ്സ് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിലേക്ക് അട്രാക്റ്റ് ആവാത്ത മെറ്റീരിയൽസിന് നമ്മൾ പറയുന്ന പേരാണ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പം മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ്. നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിലേക്ക് മാഗ്നറ്റിക് അട്രാക്റ്റ് ചെയ്യുന്നത്, നോൺ മാഗ്നറ്റിക് അട്രാക്റ്റ് ചെയ്യാത്തത്. അപ്പം മാഗ്നറ്റിക് ആൻഡ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പം മാഗ്നറ്റ്സ്, നിങ്ങൾ നേരത്തെ ഷേപ്സ് ഓഫ് മാഗ്നറ്റ്സ് കാണിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനകത്ത് സൗത്ത്, നോർത്ത് അല്ലെങ്കിൽ SN എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമ്മളൊരു
ഷീറ്റ് ഓഫ് പേപ്പർ, ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ കുറച്ച് അയൺ ഫൈലിങ്സ് ഇട്ടതിന് ശേഷം ഒരു ബാർ മാഗ്നറ്റ് പ്ലേസ് ചെയ്താൽ ആ ബാർ മാഗ്നറ്റിൽ ഇതുപോലെ ആയിരിക്കും ഈ അയൺ ഫൈലിങ്സ് അട്രാക്റ്റഡ് ആവുക. അപ്പോൾ ഇതിൻ്റെ രണ്ട് എൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അയൺ ഫൈലിങ്സ് ഉണ്ട്, പക്ഷെ സെൻറ്റർ പോർഷനിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അല്ലേ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് എൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോൾസ് ഓഫ് ദി മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിൻ്റെ രണ്ട് എൻഡിനെ വിളിക്കുന്ന പേരാണ് പോൾസ് ഓഫ് ദി മാഗ്നറ്റ്. ഇതിൽ എൻ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്? നോർത്ത് പോളാണ്. എസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് സൗത്ത് പോളാണ്. അപ്പോൾ ഈ നോർത്ത് പോളിലേക്കും സൗത്ത് പോളിലേക്കും എന്ത് ചെയ്യും? കൂടുതലായിട്ട് ഫൈലിങ്സ് അട്രാക്റ്റഡ് ആവും. ഈ സെൻറ്റർ പോർഷനിൽ വരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇതെന്ത് ചെയ്യും? അയൺ ഫൈലിങ്സ് എന്ത് ചെയ്യും? നോർത്തിലും സൗത്തിലും അട്രാക്റ്റഡ് ആവും. അതിനെ വിളിക്കുന്ന പേരാണ് പോൾസ് ഓഫ് ദി മാഗ്നറ്റ്. അപ്പോൾ ഒരു മാഗ്നറ്റിൽ നോർത്ത് പോൾ ഉണ്ടാവും, സൗത്ത് പോൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഒരു പോള് മാത്രമുള്ളൊരു മാഗ്നറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുമോ? ഞാനൊരു മാഗ്നറ്റ് എടുക്കുകയാണ്, എൻ്റെ കയ്യിൽ നോർത്ത് പോള് സൗത്ത് പോളൊരു മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റിനെടുത്ത് ഞാൻ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആ മാഗ്നറ്റ് ഓരോ പീസും ഓരോ നോർത്ത് പോളും ഓരോ സൗത്ത് പോളും ക്രിയേറ്റ് ചെയ്യും. നമ്മൾ എത്ര ചെറിയ പീസ് ഓഫ് മാഗ്നറ്റ് എടുത്താലും എന്താണ് സംഭവിക്കുക? അതിലൊരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ടാകും. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഒബ്റ്റെയിൻ എ മാഗ്നറ്റ് വിത്ത് എ സിംഗിൾ പോൾ. ഒരു സിംഗിൾ പോൾ മാത്രമുള്ള മാഗ്നറ്റ് എന്ത് ചെയ്യില്ല? നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ടേ പറ്റില്ല. ഞാനിപ്പോൾ ഒരു മാഗ്നറ്റ് എടുത്ത് എനിക്ക് സിംഗിൾ പോൾ വേണമെന്ന് പറഞ്ഞ് ഞാൻ അതിനെ എങ്ങനെ കട്ട് ചെയ്താലും എന്ത് ചെയ്യില്ല? എനിക്ക് സിംഗിൾ പോൾ കിട്ടില്ല. എത്ര ചെറിയ പീസാണെങ്കിലും അതിനകത്ത് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ആക്ടിവിറ്റിയാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് പോൾസ് ഓഫ് എ മാഗ്നറ്റ്. അപ്പോൾ ഒരു മാഗ്നറ്റിൻ്റെ പോൾസ്, ഒരു നോർത്ത് പോൾ അല്ലെങ്കിൽ സൗത്ത് പോൾ അല്ലെങ്കിൽ എന്താണ് പോൾസ് എന്നുള്ളതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബാർ മാഗ്നറ്റിനെ പ്ലേസ് ചെയ്യുക, ഒരു ത്രെഡിൽ ടൈ ചെയ്ത് പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം അതൊരു പേപ്പറിലേക്ക് അതിനെ മാർക്ക് ചെയ്യുക. ആ ഒരു ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റ് ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നതെന്ന് എന്ത് ചെയ്യുക? പേപ്പറിലൊന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മാഗ്നറ്റിനെ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് വീണ്ടും അത് റെസ്റ്റിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. റെസ്റ്റിൽ വരുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യുക? അതിനൊന്ന് മാർക്ക് ചെയ്യുക, അത് ഏത് ഡയറക്ഷനിലാണ് നിൽക്കുന്നതെന്ന്. അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആ മാർക്ക് ചെയ്യുന്ന പോയിന്റ്സ് എപ്പോഴും സെയിം ആയിരിക്കുമോ? ഡസ് ദ മാഗ്നറ്റ് റെസ്റ്റ് അലോങ് ദി സെയിം ലൈൻ? എപ്പോഴും നമ്മൾ എത്ര പ്രാവശ്യം ഇത് റൊട്ടേറ്റ് ചെയ്ത് വിട്ടാലും ഒരേ സ്ഥലത്തായിരിക്കും ഇത് വന്ന് നിൽക്കുന്നത്? ആയിരിക്കും. അതായത് മാഗ്നറ്റ് എപ്പോഴും എന്ത് ചെയ്യും? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും വന്ന് നിൽക്കുക. അപ്പം എ ഫ്രീലി സസ്പെൻഡ് മാഗ്നറ്റ് ഓൾവേസ് കംസ് ടു റെസ്റ്റ് അലോങ് ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അപ്പം നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്താലും ഈ മാഗ്നറ്റ് എങ്ങനെ മാത്രമേ റെസ്റ്റിലേക്ക് വരൂ? നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? റെസ്റ്റിലേക്ക് വരുള്ളൂ. അപ്പോൾ നോർത്തിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോൾ അതാണ് നോർത്ത് സീക്കിംഗ് പോൾ അല്ലെങ്കിൽ നോർത്ത് പോൾ. അപ്പോൾ നമുക്കൊരു മാഗ്നറ്റ് ഉണ്ട്, ആ മാഗ്നറ്റിൽ നോർത്ത് പോളും സൗത്ത് പോളും തിരിച്ചറിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുമ്പോൾ നോർത്ത് സൈഡിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോളായിരിക്കും നോർത്ത് പോള്, എൻഡ് പോയിന്റിങ് സൗത്ത് ആയിരിക്കും സൗത്ത് പോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സെയിം എക്സ്പെരിമെൻ്റ് തന്നെ മാഗ്നറ്റിന് പകരം ഒരു അയൺ ബാർ യൂസ് ചെയ്ത് നോക്കാം. സെയിം ഡയറക്ഷന് അയൺ ബാർ കാണിക്കുമോ? അയൺ ബാർ എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോഴും പല പല ഡയറക്ഷൻസ് ആയിരിക്കും അല്ലേ കാണിക്കുന്നത് റെസ്റ്റിലേക്ക് വരുന്ന സമയത്ത്. അതാണ് നമ്മൾ മാഗ്നറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഒരു മാഗ്നറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യും? നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ മാത്രമേ അലൈൻ ചെയ്യുള്ളൂ. ഇത് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരുന്നത്? പണ്ട് കാലങ്ങളിൽ ഡയറക്ഷൻസ് കണ്ടുപിടിക്കാനായിട്ട് മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ മാഗ്നറ്റിക് കോമ്പസിൽ മാഗ്നറ്റ്സ് യൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? മാഗ്നറ്റ്സ് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ മാത്രമേ അലൈൻ ചെയ്യൂ എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി കൊണ്ടാണ്. അപ്പം നമുക്ക് എന്താണ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് നോക്കിയാലോ? നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ മാഗ്നറ്റിക് കോമ്പസ്. മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ഫ്രീലി റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള മാഗ്നറ്റിക് നീഡിൽ ഉണ്ടാവും, ദെൻ ഒരു ഡയൽ ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഈ കോമ്പസിനെ കൊണ്ടുവന്നതിന് ശേഷം ഈ നീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കാം. അത് റെസ്റ്റിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ റെസ്റ്റിൽ വരുന്ന സമയത്ത് ഈ
ഒരു നീഡിൽ റെസ്റ്റ് വരുന്ന സമയത്ത് അത് കാണിക്കുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആയിരിക്കാം. അപ്പം നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഈ ഒരു നീഡിൽ കാണിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡയലിനെ റൊട്ടേറ്റ് ചെയ്ത്, ഇവിടെ ഇപ്പോൾ നോർത്ത് ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിലാണ് അല്ലേ, ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ഈ നീഡിലിൻ്റെ കറക്റ്റ് ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വെച്ചിട്ട് നമുക്ക് നോർത്തും സൗത്തും ഈസ്റ്റും വെസ്റ്റും ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ രീതിയിലാണ് മാഗ്നറ്റിക് കോമ്പസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ജ്വാല ബാച്ച്, നമ്മുടെ CBSE 6th സ്റ്റാൻഡേർഡിൻ്റെ ബാച്ചാണ് ജ്വാല ബാച്ച്. ഇതുവരെ നിങ്ങൾ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്യാം. നമുക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്, ചാപ്റ്റർ വൈസ് എക്സാം, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും ഒക്കെ നിങ്ങൾക്ക് ഒരു മെൻറ്റർ സപ്പോർട്ടും ഒക്കെ കിട്ടാം. സോ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്യാം. സോ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് നോക്കാം. അടുത്തൊരു ആക്ടിവിറ്റീസ് ആണ് മാഗ്നറ്റൈസിങ് ദ നീഡിൽ. അപ്പോൾ ഒരു നീഡിൽ എടുത്തിട്ട് അതിനെ മാഗ്നറ്റ് ആക്കി മാറ്റാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയൺ നീഡിൽ എടുക്കുക, അതിനെ എന്ത് ചെയ്യുക, ഒരു ടേബിളിൽ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഒരു നീഡിൽ എടുത്ത് ഒരു ടേബിളിൽ പ്ലേസ് ചെയ്തതിന് ശേഷം ഒരു ബാർ മാഗ്നറ്റ് യൂസ് ചെയ്ത് ഈ നീഡിലിനെ ഇങ്ങനെ എന്ത് ചെയ്യുക, റബ്ബ് ചെയ്യുക. ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ മാഗ്നറ്റിനെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അങ്ങനെ ഒരുപാട് പ്രാവശ്യം, ഒരു 30-40 ടൈംസ് ഒക്കെ നമ്മൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഈ നീഡിലിൻ്റെ അടുത്ത് കുറച്ച് സ്റ്റീൽ പിൻസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ നീഡിലേക്ക് ഈ സ്റ്റീൽ പിൻസ് അട്രാക്റ്റഡ് ആയാൽ അതിനർത്ഥം എന്താണ്, നീഡിൽ മാഗ്നറ്റ് ആയി മാറിയെന്നല്ലേ. അപ്പം നീഡിൽ മാഗ്നറ്റൈസ് ചെയ്യാനായിട്ട് സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ്. ഒരു നീഡിൽ എടുക്കുക, ഒരു മാഗ്നറ്റ് എടുക്കുക. ഈ മാഗ്നറ്റിന് എന്ത് ചെയ്യുക, മാഗ്നറ്റിന് ഒരു പോള് നീഡിലിൻ്റെ വൺ എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഒരു 30-40 ടൈംസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ആ നീഡിൽ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, മാഗ്നറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം, ഫ്ലോട്ടിംഗ് കോമ്പസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മാഗ്നറ്റൈസ്ഡ് നീഡിൽ, ആ ഒരു നീഡിലിനെ ഒരു കോർക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്തിനാണ് കോർക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു നീഡിലെടുത്ത് നമ്മളൊരു ബൗൾ ഓഫ് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ ആ നീഡിൽ മുങ്ങിപ്പോവും. അപ്പോൾ നമുക്ക് ഫ്ലോട്ടിംഗ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാനായിട്ട് എന്ത് ചെയ്യാം, ഈ കോർക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇതിനൊരു കോർക്കിലേക്ക് ഈ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഒരു ബൗളിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ട് ആ ബൗളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കോർക്കിനെ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഈ നീഡിൽ പോയിന്റ്സ് എന്ത് ചെയ്യും, ഡയറക്ഷൻസ് ഷോ ചെയ്യും. ഈ ഷോ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും, നമ്മുടെ മാഗ്നറ്റ് ഷോ ചെയ്യുന്നത് പോലെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ നീഡിലും കാണിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു ഫ്ലോട്ടിംഗ് കോമ്പസ് എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ വീഡിയോ എടുത്ത് അയച്ചു തരുമോ, എത്ര പേര് അയച്ചു തരുമോ ഞാൻ നോക്കട്ടെ. അപ്പം നിങ്ങൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഏതെങ്കിലും ഭയങ്കര സിമ്പിൾ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു വീഡിയോ എടുത്ത് എന്ത് ചെയ്യുക, മിസ്സിന് അയച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഒരു ആക്ടിവിറ്റിയും കൂടെ നോക്കാം. പ്ലേസ് മാഗ്നറ്റ് എ ഓൺ ടോപ്പ് ഓഫ്, നമ്മളൊരു മാഗ്നറ്റ് എടുക്കുക, എന്നിട്ടൊരു 5 to 6 റൗണ്ട് പെൻസിൽസ് എടുക്കുക, നമ്മുടെ നോർമൽ പെൻസിൽസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് ഈ മാഗ്നറ്റ് ബീൻ്റെ 1 എൻഡ് ഈ മാഗ്നറ്റ് എയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മാഗ്നറ്റ് എ എന്ന് പറയുന്നത് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടേക്കായിരിക്കും, മാഗ്നറ്റ് ബിയുടെ അടുത്തേക്കായിരിക്കും, മാഗ്നറ്റ് ബിയിൽ നിന്ന് ദൂരത്തേക്കായിരിക്കും. അതായത് ഈ രണ്ട് മാഗ്നറ്റിന് എന്തുണ്ടാവും, നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. ഇതിൽ മാഗ്നറ്റ് എ എന്ന് പറയുന്നത് നോർത്ത് പോളിലേക്കാണ്. മാഗ്നറ്റ് ബിയുടെ നോർത്ത് പോളും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ തമ്മിൽ റിപ്പലാവും. അവർ തമ്മിൽ എന്ത് ചെയ്യും, ദൂരത്തേക്ക് മാറിപ്പോവും. നോർത്ത് അടുത്ത് വന്നാലും സൗത്ത് അടുത്ത് വന്നാൽ എന്ത് ചെയ്യും, അവർ റിപ്പൽ ചെയ്യും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. നിങ്ങൾക്ക് ഒരുപാട് വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ, അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. അപ്പോൾ നോർത്തും സൗത്തും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അട്രാക്റ്റ് ആവും. നോർത്തും അല്ലെങ്കിൽ സൗത്ത് ഒരുമിച്ച് വന്ന് എന്ത് ചെയ്യും, അത് ദൂരത്തേക്ക് മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കാണാനായിട്ട് എന്ത് ചെയ്യുക, രണ്ട് മാഗ്നറ്റ്സ് എടുക്കുക. മാഗ്നറ്റ്സ് എടുത്തതിന് ശേഷം നിങ്ങൾ നോർത്ത് പോളും അടുത്തടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നോർത്ത് പോൾസ് തമ്മിൽ
റിപ്പൽ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതേസമയം നിങ്ങൾ നോർത്തും സൗത്തും ഒരുമിച്ച് കൊണ്ടുവന്ന് എന്ത് ചെയ്യും, ഇവർ തമ്മിൽ എന്ത് ചെയ്യും, അട്രാക്റ്റ് ആവുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതേ സംഭവം തന്നെ നമ്മളൊരു അയൺ ബാർ യൂസ് ചെയ്തിട്ട് ഒരു മാഗ്നറ്റിനെ മാറ്റിയിട്ട് ഒരു അയൺ ബാർ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, രണ്ട് പോൾസിലും ഈ ഒരു മാഗ്നറ്റിലേക്ക് അയൺ ബാർ അട്രാക്റ്റഡ് ആവുക അല്ലേ. അപ്പം മാഗ്നറ്റ്സിന് മാത്രം, അതായത് നമുക്ക് മാഗ്നറ്റ്സിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു റിപ്പൽഷൻ സംഭവിക്കുന്നുള്ളൂ. രണ്ട് മാഗ്നറ്റ്സ് വെക്കുമ്പോൾ മാത്രമേ റിപ്പൽഷൻ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് മാഗ്നറ്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നോർത്ത് പോൾ ആയാലും സൗത്ത് പോൾ ആയാലും അതിലേക്ക് അട്രാക്റ്റഡ് ആവും. ഓക്കെ, അപ്പോൾ കുറച്ചധികം ആക്ടിവിറ്റീസ് ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. എല്ലാ ആക്ടിവിറ്റീസും ഒന്ന് നോക്കുക. ദെൻ നമ്മൾ കുറച്ച് ഫണ്ട്സ് നോക്കാം, കുറച്ച് പ്ലേ ചെയ്യാം. അപ്പം നമുക്ക് മാഗ്നറ്റ്സിനെ പറ്റി മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് ഐഡിയാസ് വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിൽ ഒരു കുട്ടി ചെയ്തൊരു ഐഡിയ ആണ് ഗാർലൻഡ് മാക്കിങ്. കുറച്ച് മാഗ്നറ്റ്സ് എടുത്തിട്ട് ഇതുപോലൊരു ഗാർലൻഡ് പോലെ മാക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗെയിംസ് നോക്കാം. നിങ്ങൾ പണ്ട് കളിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ പെൻസിൽ ബോക്സിലൊക്കെ ഉണ്ടാവുമല്ലോ ഇതുപോലൊരു ഗെയിം. ഈ ഗെയിമിൽ ഈ സ്റ്റീൽ ബോൾസിന് എന്ത് ചെയ്യണം, നമ്മൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. ഒന്നിനെ നമ്മൾ കഷ്ടപ്പെട്ട് എത്തിക്കുമ്പോഴത്തേക്കും മറ്റേത് വേറെ വഴിക്ക് പോകും. പക്ഷേ ഇത് ചെയ്യാനായിട്ടൊരു ഈസി ഐഡിയ ഉണ്ട്. ഇതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക, ഒരു മാഗ്നറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ് ഈ സ്റ്റീൽ ബോൾസിൽ അട്രാക്റ്റഡ് ആവും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ മാഗ്നറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ സ്റ്റീൽ ബോൾസിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എവിടെയാണോ എത്തിക്കേണ്ടത് ആ ഒരു പോയിന്റിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നിങ്ങളിത് കളിക്കുന്ന സമയത്ത് അത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിയിലൊരു മാഗ്നറ്റ് വെച്ചിട്ട് ഒന്ന് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്റ്റീൽ ബോൾസിനെ നമുക്ക് എത്തിക്കേണ്ട പോയിന്റിൽ എത്തിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വാട്ടർ ഇട്ടിട്ട് അതിലൊരു പേപ്പർ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ പേപ്പർ ക്ലിപ്പ് വാട്ടർ ടച്ച് ചെയ്യാണ്ട് പുറത്തെടുക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഒരു മാഗ്നറ്റ് എടുത്ത് ഇതിലേക്ക് അട്രാക്ട് ചെയ്തിട്ട് മാഗ്നറ്റിന് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഈ പേപ്പർ ക്ലിപ്പ് ഇങ്ങനെ ലിഫ്റ്റായി വരും. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മാച്ച് ബോക്സ് മാഗ്നറ്റ് കാർസ്. അപ്പോൾ മാഗ്നറ്റ് യൂസ് ചെയ്തിട്ട് ഒരു കാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്തടുത്ത പോൾസാണ് വെക്കുന്നതെങ്കിൽ നോർത്ത് പോളും അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ രണ്ട് കാഴ്സും രണ്ട് സൈഡിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നോർത്ത് പോളും സൗത്ത് പോളും ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അട്രാക്റ്റഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് മിസ്സിന് അയച്ചു തരണം കേട്ടോ. അപ്പോൾ മിസ്സിന് കുറച്ച് സന്തോഷമാവും നിങ്ങളെല്ലാം ട്രൈ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. അപ്പം ഈ ഏജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലത്തെ എക്സ്പീരിമെൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക, മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. സം മാഗ്നറ്റ്സ് ഹാവ് പോൾ. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ട മാഗ്നറ്റ്സിലൊക്കെ ഞാൻ പറഞ്ഞു നോർത്ത് പോൾ സൗത്ത് പോൾ. പക്ഷെ ഇതെങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക? എല്ലാ മാഗ്നറ്റ്സിലും ഒന്നുകിൽ നോർത്ത് പോൾ അല്ലെങ്കിൽ സൗത്ത് പോൾ എന്നുള്ളത് N അല്ലെങ്കിൽ S എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ചിലതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വൈറ്റ് ഡോട്ട് ഉണ്ടാവും നോർത്ത് പോളിൽ. അപ്പോൾ ഒരു മാഗ്നറ്റ് എടുക്കുന്ന സമയത്ത് ഒരു ഡോട്ട് ഉള്ളതായിരിക്കും നോർത്ത് പോൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ N ഉം S എന്ന് എഴുതിയിട്ടുണ്ടാവില്ല. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ റെഡ് ആൻഡ് ബ്ലൂ കളറിലായിരിക്കും. റെഡ് ആൻഡ് ബ്ലൂ കളർ ആണെങ്കിൽ റെഡ് കളർ കാണിക്കുന്നത് നോർത്ത് പോളിനെയും ബ്ലൂ കളർ കാണിക്കുന്നത് സൗത്ത് പോളിനെയും. ഇങ്ങനെയാണ് നമുക്കൊരു മാഗ്നറ്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ നോർത്ത് പോൾസും സൗത്ത് പോൾസും കിട്ടുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ ഒന്നും മാർക്കിംഗ് ഇല്ല, ഒരു പ്ലെയിൻ മാഗ്നറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി വെച്ചിട്ട് ആ മാഗ്നറ്റ്സിൻ്റെ പോൾസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? മാഗ്നറ്റ്സ് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ ലോഡ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ആൻഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്താണ്, നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്താണ്, നോർത്ത് പോളും സൗത്ത് പോളും പറഞ്ഞു. ആൻഡ് ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. അതുപോലെ തന്നെ നമ്മളൊരു മാഗ്നറ്റ് എടുത്ത് അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് രണ്ട് പീസിൽ എന്തുണ്ടാവും, രണ്ട് പോൾസ് വീതം ഉണ്ടാവും. സിംഗിൾ പോൾ എക്സിസ്റ്റിംഗ് അല്ല. അതുപോലെ ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് നോർത്ത് ആൻഡ് സൗത്ത് ഡയറക്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് മാഗ്നറ്റ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റിപ്പൽഷൻ കാണിക്കുള്ളൂ. മാഗ്നറ്റ്സിൽ വേറൊരു ഒബ്ജക്റ്റ് വരുന്ന സമയത്ത്, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, റിപ്പൽഷൻ കാണാനായിട്ട് പറ്റില്ല. അങ്ങനത്തെ പിന്നെ കുറച്ച് ഫൺ ആക്ടിവിറ്റീസ് നോക്കിയാൽ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ ജോല ബാച്ചിൻ്റെ കാര്യം ആരും മറക്കണ്ട, എല്ലാവരും എത്രയും വേഗം ജോയിൻ ചെയ്യാം. താങ്ക്